Hi, hello dears. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളൊരു മോൺഗോഡ്നസ് ഇൻസ്പയർഡ് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മോൺഗോഡ്നസിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നതെന്ന്. എന്തായാലും തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നെ നമ്മളിതിന് കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ കട്ട് ബീഡ്സ് നോർമൽ നീഡിലും കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മൾ എല്ലാ ഡിസൈൻസും കട്ട് ബീഡ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലോത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ആദ്യമേ തന്നെ പറയാം. അപ്പം നമുക്കിതുപോലെ നെക്ക് നെയിലൊന്നും ചെയ്ത് കൊടുക്കണം. നെക്ക് ലൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കട്ട് ബീഡ്സ് ഞാൻ രണ്ട് രീതിയിൽ വെക്കുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടും പിന്നെ അല്ലാതെ നമ്മൾ സൂചി കുത്തിയെടുത്തിട്ട് അതായത് 5 ബീഡ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യണ ഒരു രീതിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നെക്ക് ലൈൻ ഞാനൊരു ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ കട്ട് ബീഡ്സ് ആകുമ്പം ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഭംഗി അല്ലാതെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിതുപോലെ താഴേക്ക് ഈ വരുന്ന ലൈൻ, നമ്മൾ ആ കൊടുത്തേക്കുന്ന ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് ഇതൊന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീഡ്സുകൾക്ക് തമ്മിൽ ഗ്യാപ്പ് വരത്തില്ല. നല്ല അടിപൊളിയായിട്ട് എല്ലാം അടുത്തടുത്തിരിക്കുന്ന ഒരു ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ ആ ഒരു വരച്ചേക്കുന്ന എല്ലാ ലൈനുകളും ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എല്ലാ ലൈനും ഫില്ല് ചെയ്ത് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്വയർ പോലെ വരുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ലൈൻസ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമുക്ക് സ്ക്വയർ വരുന്നിടം സെയിം ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ലൈൻ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ലൈനും ഫില്ലായി കഴിയുമ്പം നമുക്ക് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 5 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെറിയ ബീഡ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ വിട്ടു പോകരുത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ലീഫ് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് 3 ബീഡ് വീതം ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലീഫ് കട്ട് ബീഡ്സ് വെച്ചിട്ട് ലീഫ് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ ആണെന്ന് നിങ്ങൾ മുൻപ് വീഡിയോ കണ്ടിട്ടുണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് 3 ലെയർ ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം എടുക്കുന്ന 3 മുത്തിൻ്റെ മുകളിലേക്കാണ് പിന്നെ ചെയ്യണത്, പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് ചെയ്യണത്. അത് ആ ഒരു കാണുമ്പോൾ ആ രീതി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ലീഫ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മുടെ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും സെൻറ്ററിൽ ഇതേപോലെ ഒരു കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. വീണ്ടും അതിന് ചുറ്റും കട്ട് ബീഡ്സ് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോൺഗോഡ്നസിൻ്റെ ഡിസൈൻ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബൊട്ടിക്ക് പോയി ഇത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പം അവർ കാണിക്കുന്ന അത്ര പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഇടാനായിട്ട് പറ്റുന്ന നല്ലൊരു ഡിസൈൻ അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. പിന്നെ എന്തായാലും ഔട്ട്ലുക്ക് കാണുന്ന പോലെ ഒരു ഹെവി വർക്കല്ല കേട്ടോ. നമുക്ക് ഇതിന് കുറച്ച് സമയം മാത്രമാണ് നീക്കി വെക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഒരു ഡിസൈനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ എല്ലാ കളങ്ങളും കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അതർ സൗണ്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്ന് എനിക്കറിയാം വീഡിയോ കാണുന്നവർക്ക്. അതൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു സമയത്താണെങ്കിലും ഈ അതർ സൗണ്ട്സൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ജീവിക്കുന്നൊരു സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് താഴേക്ക് വരുമ്പം സെയിം ഇതേപോലെ നമ്മുടെ താഴത്തെ ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ താഴേക്ക് കൊടുത്തേക്കണ ആ ഒരു പാറ്റേണും ലീഫ് പാറ്റേൺ ആണത്. അപ്പോൾ ആ ഒരു 3 ലീഫ് അടുപ്പിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ഡിസൈന്. അതുപോലെയാണ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യമേ നിങ്ങൾ ഫെയർ ക്ലോത്തിൽ ചെയ്യാണ്ട് ആദ്യമേ ഒരു റഫ് ക്ലോത്തിലൊന്ന് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾ ഫെയർ ക്ലോത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ ഈ ഒരു സെയിം പാറ്റേൺ ഇതേപോലെ ലീഫ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യമേ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുത്തേക്കുന്ന ആ 2 ലീഫ് മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ താഴേക്ക് കൊടുക്കുന്ന ലീഫ് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ എല്ലാ ലൈനുകളും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക, ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക, സെൻറ്ററിൽ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. എന്ത് ഭംഗിയായിട്ട് ഔട്ട്ലുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ മൂൺ ഗോഡ്നസിൻ്റെ ഔട്ട്ലുക്ക് ആ ഒരു ലുക്ക് കണ്ടല്ലോ. അപ്പോൾ എന്ത് ഭംഗിയായിട്ട് അത് കിട്ടിയേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക്